15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 15ാം ദിവസമായ ഇന്ന് വിവിധ വിഷയങ്ങളാണ് സഭയിൽ ചർച്ചയായത്. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് സഭയിൽ ഇന്ന് മന്ത്രിമാർ വാക്കാൽ മറുപടി പറഞ്ഞത്. വളവും രാസവസ്തുക്കളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി, എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം പ്രോത്സാഹിപ്പിക്കാൻ നടപടി, ദേശീയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വയ്ക്കുന്ന കരിക്കുലം ചട്ടക്കൂട്, കായിക മേഖലയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ നടപടി എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. സംസ്ഥാനത്ത് പച്ചക്കറി ഉൽപ്പാദനത്തിൽ നല്ല വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സഭയിൽ പറഞ്ഞു. അടിയന്തര കാര്യങ്ങൾക്കല്ലാതെ 1 ഇഞ്ച് വയൽ പോലും നികത്താൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ്. നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. 1 ഏക്കർ വയൽ ഒരു വർഷം 5 കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നതെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത്. നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടി വരുന്ന ഇലങ്ങളല്ലാതെ ഒരു തരത്തിലും ഒരു നിയമത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അവശേഷിക്കുന്ന വയലുകളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമുക്ക് ജലത്തിൻ്റെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. UGC കരിക്കുലത്തിൽ നിന്ന് വ്യത്യസ്തമായി 4 ഭാഷകൾ പഠിക്കാൻ കേരളത്തിന്റെ കരിക്കുലം അനുവദിക്കുന്നുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. വിദ്യാർത്ഥി കേന്ദ്രീകൃത സമീപനമാണ് കരിക്കുലം പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നും മന്ത്രി വ്യക്തമാക്കി. ആധുനിക ഇന്ത്യൻ ഭാഷ എന്ന UGCയുടെ കാഴ്ചപ്പാട് മാത്രമല്ല കേരളം സ്വീകരിച്ചിട്ടുള്ളത്. അറബിക്, ജർമ്മൻ, ഫ്രഞ്ച് തുടങ്ങിയ വൈദേശിക ഭാഷകൾ ഉൾപ്പെടെ പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് കേരളത്തിൻ്റെ കരിക്കുലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും 2 വീതം ഇംഗ്ലീഷ് കോഴ്സുകളും അവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും 2 ഭാഷാ കോഴ്സുകളും അടക്കം 4 ഭാഷാ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അവസരം എല്ലാവർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ലഹരിക്കെതിരെ കായിക വകുപ്പ് ശക്തമായ പ്രചരണം ആരംഭിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. മയക്കുമരുന്നിനെതിരായിക്കൊണ്ട് സംസ്ഥാന കായിക വകുപ്പ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ശക്തമായുള്ള പ്രചരണങ്ങൾ ആരംഭിക്കുകയാണ് സർ. ഓരോ പഞ്ചായത്തിലും ഒരു കളിക്കളം പദ്ധതി പ്രകാരം 129 പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനത്ത് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി മുഖാന്തരം മാത്രം 1200 കോടി രൂപയുടെ വികസന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. 1 പഞ്ചായത്ത് 1 കളിക്കളം പദ്ധതി പ്രകാരം ഇപ്പോൾ 129 പഞ്ചായത്ത് കളിക്കളങ്ങളുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ഖാദി വ്യവസായ വൈവിധ്യവൽക്കരണത്തിലൂടെ ഖാദി തൊഴിൽ മേഖല സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ശ്രീ KP മോഹനൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ അലോട്ട്മെന്റ് അനുവദിക്കാത്തതിനാലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിനാലും ഉണ്ടായതായി പറയപ്പെടുന്ന പ്രശ്നത്തിലേക്ക് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് ധനകാര്യമന്ത്രി KN ബാലഗോപാലും മറുപടി പറഞ്ഞു. സർ, ഖാദി മേഖലയെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നുണ്ട്. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പനയ്ക്ക് വിദേശത്ത് ആദ്യമായിട്ട് അവസരം ലഭിക്കുകയുണ്ടായി. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ മലയാളികൾ സംഘടിപ്പിച്ച ആ പരിപാടികൾ വഴി ഖാദി വസ്ത്രങ്ങൾ കയറ്റി അയച്ച് വിൽക്കാൻ കഴിഞ്ഞു. ഖാദി നൂല് നെയ്ത്ത് ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ നവീകരിക്കാൻ ചർക്കകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് IIT ചെന്നൈയുമായി ഒരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ഹാൻഡ്ലൂം ഇലക്ട്രോണിക് ജഗാർഡ് മെഷീൻ, അത് ഖാദി മേഖല ആദ്യമായി ഇപ്പോൾ പാപ്പിനശ്ശേരി കേന്ദ്രത്തിൽ അങ്ങേക്ക് അറിയാവുന്നതാണ്, അവിടെ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2024-25 സാമ്പത്തിക വർഷം പ്രാദേശിക സർക്കാരുകൾക്ക് വികസന ഫണ്ടായി പദ്ധതി അടങ്കലിൻ്റെ 27.5% തുകയായ 8352 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആയതിൽ കേരള ഖരമാലിന്യ സംസ്കരണ പ്രോജക്റ്റിന് KSWMP 180 കോടി രൂപ 27.5% പുറമെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇവിടെ ചോദിച്ച ഈ കാര്യത്തിനകത്ത് പ്ലാൻ ഫണ്ടിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വെച്ചേക്കുന്ന ഒരു പ്രത്യേക സ്ട്രീമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല. അതിനകത്ത് സ്പെൻഡിങ് കൂടും. പൊതുവിലുള്ള കാര്യത്തിനകത്തും വലിയ തോതിൽ കുറവ് വരില്ല. ഇതുപോലെ പ്രയോറിറ്റി സെക്ഷൻസിനുള്ളത് കുറയേയില്ല സർ, അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല. അതാണ് സർ പറയാനുള്ളത്. സഭയിൽ അവതരിപ്പിച്ച 8 സബ്മിഷനുകൾക്കാണ് മന്ത്രിമാർ മറുപടി നൽകിയത്.
2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ വിവിധ ധനാഭ്യർത്ഥനകൾ സഭ ചർച്ച ചെയ്ത് പാസാക്കി. 27, 29, 34, 37, 40 എന്നീ നമ്പർ ധനാഭ്യർത്ഥനകളിൽ മേലാണ് ഇന്ന് ചർച്ച നടന്നത്. 19 അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചർച്ചയ്ക്ക് ശേഷം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ മറുപടി നൽകി. സഹകരണ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ അഭിമാനകരമായ പുരോഗതി ഉണ്ടായ കാലഘട്ടം. ക്രെഡിറ്റ് സംഘങ്ങളിൽ നിക്ഷേപത്തിൻ്റെ രംഗത്തും വായ്പയുടെ രംഗത്തും വലിയ രൂപത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തയ്യാറാക്കിയ പ്രകടന പത്രികയിൽ നിർദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നതാണ് വകുപ്പ് കണക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പൊന്നുമില്ലാത്ത വിധത്തിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ 48 കോടി രൂപയും ഇപ്പോൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ അത് 70 ലക്ഷമായി വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഈ കാഴ്ചപ്പാടോടുകൂടിയാണ്. വ്യവസായത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഞങ്ങൾ എന്നത് മാറി നമ്മൾ എന്നതിലേക്ക് വന്നു എന്നതാണ് കേരളത്തിൻ്റെ മെച്ചം. അത് ഞാൻ IKGSന്റെ സമാപന വേദി ഉദ്ഘാടന വേദിയിൽ തന്നെ പറഞ്ഞു. യുണൈറ്റഡ് കേരളയാണ്, യൂണിഫൈഡ് കേരളയാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചു നിന്നിട്ടാണ് വരുന്നത്. അത് നല്ല മാറ്റമുണ്ടായി. സ്റ്റാർട്ട് പോളിംഗ്. ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ 53, പ്രതികൂലിക്കുന്നവർ 15, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 3:41 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മാർച്ച് 17 തിങ്കളാഴ്ച സഭ വീണ്ടും ചേരും. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും മാർച്ച് 17 തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.